നിലാക്കീറിലേക്ക് സ്വാഗതം. കപ്പലുകൾ ഇടയ്ക്കിടെ അപകടത്തിൽപ്പെട്ടിരുന്ന ഒരിടമുണ്ടായിരുന്നു. അതൊഴിവാക്കാനാണ് അവിടെ ഒരു ദീപസ്തംഭം സ്ഥാപിച്ചതും ദിവസവും വിളക്ക് തെളിക്കാൻ ഒരാളെ ഏൽപ്പിച്ചതും. അയാളത് വിശ്വസ്തയോടെയും സമർപ്പണത്തോടെയും ചെയ്തിരുന്നു. ആ വഴി കടന്നു പോകുന്ന കപ്പലുകൾ നന്ദിയോടെ അയാൾക്ക് വേണ്ടി ഹോൺ മുഴക്കിയിരുന്നു. ഇതിനിടയിൽ അയാൾ മദ്യപിക്കാൻ തുടങ്ങി. വിളക്ക് തെളിക്കാത്ത രാത്രികൾ അപകട ഭയമുണ്ടാക്കി. അധികൃതർ വൈദ്യുത ദീപം സ്ഥാപിച്ചതോടെ അയാൾക്ക് ജോലിയില്ലാതെയായി. പിന്നീട് ആ വഴി പോകുന്ന കപ്പലുകൾ ഹോൺ മുഴക്കാതെയുമായി. എല്ലാവരും എന്നെ മറന്നു എന്ന് അയാൾ പിറുപിറുത്തു. യഥാർത്ഥത്തിൽ ആരും അയാളെ അവഗണിച്ചിട്ടില്ല, മറന്നു കളഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ അവരുടെ ജീവിതത്തിൽ അപ്രസക്തനായിത്തീർന്നു. യേശു പറഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ അത്തിമരത്തിൻ്റെ കഥ ഇതേ സത്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്തി കാര്യമായ പരിചരണമൊന്നും വേണ്ടാത്ത വൃക്ഷമാണ്. എന്നാൽ മുന്തിരിയാവട്ടെ കൃത്യമായ പരിപാലനം വേണ്ടുന്ന വിളയും. മുന്തിരിത്തോട്ടത്തിൽ വളർന്നതുകൊണ്ട് അസാധാരണമായ പരിചരണം അത്തിമരത്തിനും ലഭിച്ചു. എന്നിട്ടും അത് ഫലം നൽകിയില്ല. അത്തി അവിടെ നടുമ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. അയാളുടെ പ്രതീക്ഷകളിലേക്ക് എത്തിപ്പെടാൻ അത്തിമരത്തിന് കഴിഞ്ഞില്ല. ഫലമില്ലാതാവുകയെന്നാൽ അപ്രസക്തമാവുക കൂടിയാണല്ലോ. അങ്ങനെയാണ് പ്രതീക്ഷകളോടെ നടപ്പെട്ട അത്തിമരം വെട്ടിമാറ്റേണ്ട പാഴ്മരമായി മാറിയത്. വെട്ടിമാറ്റൽ ആ മരത്തിനുമേൽ പതിച്ച ശിക്ഷാവിധിയായിട്ടാണ് പൊതുവെ നാം കരുതുക. ഉപമയിലെ കർഷകൻ ദൈവമായതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ സ്വാഭാവികമായ വ്യാഖ്യാന സാധ്യത. ദൈവം ഒരിക്കലും ആരെയും ഒഴിവാക്കില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നത്. നമുക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ജീവിത സാധ്യതകളെ നാം ഉപയോഗിക്കാതെയാവുമ്പോൾ ജീവിതത്തിൽ നിന്നു തന്നെ നാം അകന്നു പോകുന്നു എന്നതാണ് വാസ്തവം. ഉപയോഗിക്കാതെയാവുമ്പോൾ ഉപയോഗമില്ലാതെയാവുകയാണല്ലോ. അങ്ങനെയാണ് ഒഴിവാക്കപ്പെടേണ്ട ഒന്നായി അത്തിമരം മാറിയത്. എന്നിട്ടും അതിന് വീണ്ടും അവസരം നൽകപ്പെടുന്നു എന്നതാണ് സുവിശേഷത്തിലെ സന്തോഷം. ആരെയും ഒഴിവാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശുവെന്ന കൃഷിക്കാരൻ 1 വർഷം കൂടി അവസരം നൽകണമെന്ന് പറയുന്നത്. അവൻ ക്ഷമയുള്ളവനാണ്, കരുണയുള്ളവനാണ്. ഫലം നൽകുന്നവരായി മാറാനും ദൈവത്തിൻ്റെ മഹത്വമായി തീരാനും നമ്മെ സഹായിക്കാൻ അവൻ ഇനിയും സന്നദ്ധനാണ്. നാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിനർത്ഥം എനിക്കിപ്പോഴും സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ്. ദൈവം പ്രതീക്ഷയോടെ നട്ട ഒരു അത്തിമരമാണ് ഞാൻ. ദൈവം ആഗ്രഹിച്ച ഫലം നൽകാൻ എനിക്ക് കടമയുണ്ട്. ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ഇനിയും അവസരമുണ്ട്. എന്നാൽ എക്കാലവും അതുണ്ടാവില്ല. ദൈവവുമായി മാത്രമല്ല, മനുഷ്യരോടുള്ള ബന്ധത്തിലും ഈ സത്യം പ്രസക്തമാണ്. എന്നെ ആരും വിലമതിക്കുന്നില്ല, അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് എത്രത്തോളം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രസക്തിയുള്ളവനായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. അവർക്ക് വെളിച്ചമായി മാറാനും സ്നേഹമായി തീരാനും ഞാൻ ശ്രമിക്കുന്നുണ്ടോ? സ്നേഹിക്കാൻ കഴിയാതെ പോയാൽ സമൂഹം നമ്മളെ മറന്നുപോകും. ജീവിതം തന്നെയാണ് നമ്മെ ഒഴിവാക്കുന്നത്. വെട്ടിമാറ്റേണ്ട ഒരു അത്തിമരമാകുമോ എന്നത് എൻ്റെ തിരഞ്ഞെടുപ്പാണ്. പ്രാർത്ഥിക്കാം. ഈശോയെ, പ്രതീക്ഷയോടെ അങ്ങനെക്ക് നൽകിയ സാധ്യതകളെ ഉപയോഗിക്കാനും നിൻ്റെ സന്തോഷമാകാൻ കഴിയും വിധം ജീവിക്കാനും എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.